എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് അടുത്ത ഒരു പാചകത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ തന്നെയാണ് ക്യാമറ പിടിച്ചിട്ട് ഞാൻ തന്നെ ഇൻട്രോ പറയുകയാണ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ചൊരു പിടി മുരിങ്ങയില കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ടൊരു ഐറ്റം ആയിക്കോട്ടെ എന്ന്. അപ്പം നമ്മുടെ വീട്ടിൽ ഓൾറെഡി എല്ലാ വീടുകളിലും തോരപ്പരിപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഇന്ന് മുരിങ്ങയിലയും തോരപ്പരിപ്പും കൊണ്ടുള്ള ചോറിനൊഴിക്കാനൊരു കറിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അത് അപ്പം ഞാനത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു 2 കുഞ്ഞു വാവകളുണ്ട്. ആൻറ്റി എന്ന് വിളിക്കുന്ന ഇങ്കു പിങ്കു എന്നാണ് പേര്. അപ്പോൾ ഇങ്കു പിങ്കു വേൾഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അവർ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ഭയങ്കര കമ്പനിയാണ് എൻ്റെ അടുത്ത്. അപ്പം അന്നേരം ആ 2 പേരുടെയും കൂടെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് എന്നോട് പറയണു, ആൻറ്റി ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് പറയാം ആൻറ്റി എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് ഇൻട്രോ പറയുന്ന സമയത്ത് അങ്ങ് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് 2 പേരും എൻ്റെ അടുത്ത് ഇപ്പോൾ പിണങ്ങിയിരിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് യൂട്യൂബ് സെർച്ച് കയറിയിട്ട് ഇങ്കു പിങ്കു വേൾഡ് എന്നുള്ള യൂട്യൂബ് ചാനൽ കാണണം. എന്നിട്ട് അതിന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. 2 കുഞ്ഞുവാവകൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ ഞാനിനി എൻ്റെ എന്താ പറയുക, എൻ്റെ കറി എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതെൻ്റെ നമ്മൾ മുരിങ്ങയില പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇത്രയും മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഒരു 2 പിടി ഉണ്ടാവുമായിരിക്കും തോന്നുന്നു. പിന്നെ ഞാൻ ഇത്രയും തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയ വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തോരപ്പരിപ്പാട്ടോ. പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 4 വെളുത്തുള്ളി, ഒരു ചെറിയ അര സ്പൂൺ ജീരകം, പിന്നെ കടുക്. അത് കടുക് വറക്കാനുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ വേണം, ഉപ്പ് വേണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോണേന്ന് പറഞ്ഞില്ല, ആദ്യം കുക്കറിനകത്തിട്ട് ഞാൻ ഈ പരിപ്പിനെ നന്നായിട്ടൊന്ന് വേവിച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെച്ചു. അപ്പോൾ ഞാനിനി ഇത് കുക്കറിൽ നന്നായിട്ട് വെന്തുടയണം. അപ്പോൾ ആ രീതിയിൽ പരിപ്പിനെ വേവിച്ചുകൊണ്ട് വരാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഈ തേങ്ങയും വെളുത്തുള്ളിയും ഈ ജീരകത്തെ കൂടെ നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം. മിക്സിയിൽ തേങ്ങയും വെളുത്തുള്ളിയും ജീരകം കൂടെ ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുക്കറിലിരുന്ന് തോരപ്പരിപ്പ് നമുക്ക് വെന്തതിന് ശേഷം മാത്രം ഇത് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് വെന്തിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലകത്തേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ചേർക്കുക കേട്ടോ. ഞാൻ ഈ അരപ്പ് ചേർത്തപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് പരിപ്പ് അങ്ങനെ റെഡിയാക്കി. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ മുരിങ്ങയിലയും കൂടി എടുത്തിട്ടു. എന്നിട്ട് ഇനി നമുക്കതിന് ഒന്ന് കടുക് വറക്കാം. ഒന്ന് തിളച്ചോട്ടെ. ഒന്ന് തിളച്ചതിന് ശേഷം കടുക് വറക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് തിളച്ചിട്ടെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിനി ഇതിനകത്തേക്ക് കടുക് വറക്കാൻ പോവാം. കടുക് വറക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചു. ഞാനിത് കടുക് വറക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കേട്ടോ. ഈ ഓണത്തിന് വാങ്ങിച്ച സാധനമാണ് രാമചന്ദ്രന്ന്. അതായത് അപ്പോൾ 145 രൂപ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സാധനത്തിന്. അപ്പം എനിക്ക് തോന്നി പെട്ടെന്ന് കടുകൊക്കെ വറുത്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നിയതാണ്. എൻ്റെ പിടിയൊക്കെ കണ്ടോ. 2 മുളകൊക്കെ ഇട്ടേ ഞാൻ അതിനകത്തേക്ക് കടുകും ലേശം കറിവേപ്പിലയൊക്കെ ഇട്ട്. ഇതൊരു സൗകര്യം കേട്ടോ. ഇങ്ങനെ ചെറിയൊരു സാധനം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമാണ്. എൻ്റെ കടുക് പൊട്ടുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. കടുകൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഇതിനെ എടുത്ത് ഇതിലേക്ക് ഇടുക കേട്ടോ. ഈ കറിയിലേക്ക് ഞാൻ ആ കടുക് വറുത്തതോടെ എടുത്തിടുക. എൻ്റെ മുരിങ്ങയില പരിപ്പ് കറിയാണിത്. ചോറിൻ്റെ കൂടെ ഒക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയ കറിയാണിത്. അപ്പം എൻ്റെ ഈ കറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ.